ഹായ് ഓൾ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് +2 കമ്പ്യൂട്ടർ സയൻസ് കേരള സ്റ്റേറ്റ് സിലബസിനെ കുറിച്ച് പറയാനാണ്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. അതിൽ ഫസ്റ്റ് നമുക്ക് കോഴ്സ് റിവ്യൂ, അതായത് +2 കമ്പ്യൂട്ടർ സയൻസിൽ നമുക്ക് സെക്കൻഡ് ഇയർ വരുന്നത് 60 മാർക്ക് തിയറിയും 40 മാർക്ക് പ്രാക്ടിക്കലുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈമായി. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ലെസൺ പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങളതിപ്പോൾ അറിയത്തില്ല, നിങ്ങൾക്കൊരു ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി ടൈം ആകുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. ആ സമയമാകുമ്പോൾ നമുക്ക് എന്ത് പഠിക്കണം, എന്ത് ചെയ്യണം എന്നുള്ള ഫുൾ കൺഫ്യൂഷൻ വരും. സോ നമുക്ക് ഇപ്പോഴേ അത് സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ആ ലെസൺ പ്ലാൻ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നല്ല സ്കോർ വാങ്ങാൻ പറ്റുള്ളൂ. കേരള സിലബസ് എല്ലാവരും പറയുന്നത് പോലെ എളുപ്പമാണെന്ന് നമ്മൾ വിചാരിക്കരുത്. കമ്പ്യൂട്ടർ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഇയർ നിങ്ങൾ C++ മാത്രമാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യില്ല. പക്ഷേ സെക്കൻഡ് ഇയർ വരുമ്പോൾ നമുക്ക് പല പല പോർഷൻസ് അതിൻ്റെ അകത്ത് പഠിക്കാനുണ്ടാവും. C++ മാത്രമല്ല അതിൻ്റെ അകത്ത് വരുന്നത്, അതിൻ്റെ അകത്ത് പല പല സെക്ഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ടോട്ടൽ A+ കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കൂടെ ചേർത്തിട്ടാണ്. ഫസ്റ്റ് ഇയർ 100 മാർക്കും സെക്കൻഡ് ഇയർ 100 മാർക്കുമായിട്ടാണ് വരുന്നത്. പക്ഷേ ഫസ്റ്റ് ഇയർ നിങ്ങൾക്കറിയാം 60 മാർക്കായിരുന്നു തിയറി, 20 മാർക്ക് നമുക്ക് CEക്ക് പോയി. അപ്പോൾ 80 മാർക്സ് നിങ്ങൾ ഓൾറെഡി സെക്യൂർഡ് ഫസ്റ്റ് ഇയറിൽ ആയിക്കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം 60 മാർക്ക് നിങ്ങൾക്ക് തിയറിയും വരുന്നുണ്ട്, 40 മാർക്ക് പ്രാക്ടിക്കലും വരുന്നുണ്ട്, പിന്നെ 20 മാർക്ക് CE മാർക്ക്. സോ നമുക്ക് 200-ന് എത്ര മാർക്കാണ് A+ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 മാർക്കാണ് വേണ്ടത്. ഈ 180 മാർക്കിൽ 40 മാർക്ക് പ്രാക്ടിക്കലും 20 മാർക്ക് ഫസ്റ്റ് ഇയറിന്റെ സിയും 20 മാർക്ക് സെക്കൻഡ് ഇയറിന്റെ സിയും ആണ് വരുന്നത്. സോ പിന്നെ തിയറിയുടെ കൺസെപ്റ്റ് വരുവാണെങ്കിൽ 120 മാർക്കാണ് തിയറി വരുന്നത്. അല്ല, 60 മാർക്ക് നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ഇയർ എഴുതി കഴിഞ്ഞു. ഇനി 60 മാർക്കിന്റെ കാര്യമാണ്. ഈ 60 മാർക്ക് നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും? ബൈ പ്രോപ്പർ പ്ലാനിങ്. ആ പ്രോപ്പർ പ്ലാനിങ്ങിൽ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് ഉള്ള ഒരുപാട് ഏരിയാസ് സെക്കൻഡ് ഇയർ പോർഷൻ്റെ അകത്ത് വരുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുന്ന ചാപ്റ്റർ സ്ട്രക്ചറും പോയിന്ററും ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഡേറ്റ ടൈപ്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഡേറ്റ ടൈപ്സിന്റെ അകത്ത് യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്സിന്റെ അകത്ത് വരുന്ന ഒരു കൺസെപ്റ്റാണ് സ്ട്രക്ചറും പോയിന്ററും. ഇൻഡെപ്ത് പ്രോഗ്രാമിംഗ് ഇല്ലെങ്കിലും നമുക്ക് അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ പഠിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ചാപ്റ്റർ വരുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, OOPS കൺസെപ്റ്റ്. തേർഡ് ഡേറ്റ സ്ട്രക്ചർ. ഡേറ്റ സ്ട്രക്ചറിൻ്റെ അകത്ത് കൂടുതൽ പ്രോഗ്രാമിംഗ് അല്ല, ഫങ്ഷൻസും പിന്നെ അതേപോലെ തന്നെ അൽഗോരിതവുമാണ് വരുന്നത്. അപ്പോൾ ഈ 3 ഏരിയ ആണ് നമുക്ക് സെക്കൻഡ് ഇയറിൽ C++ന്റെ കൺസെപ്റ്റ് വരുന്ന ഏരിയാസ്. അതിനുശേഷം വെബ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. നമ്മൾ ഫ്യൂച്ചറിലാണെങ്കിലും ഡിസൈനിങ് പാർട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് HTML ആണ് നമ്മുടെ ബേസിക് ആയിട്ട് വരുന്ന കൺസെപ്റ്റ്. അത് നമ്മൾ സെക്കൻഡ് ഇയറിൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് അത് യൂസ് ഉള്ളൂ. സോ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോർഷനാണ് വെബ് ടെക്നോളജിയും ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. നമ്മൾ സെക്കൻഡ് ഇയർ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് നോർമലി നമ്മൾ ഇവരുടെ, അതായത് കേരള സ്റ്റേറ്റിന്റെ ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് അല്ലെങ്കിൽ സെക്കൻഡ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഡിസൈനിങ് പാർട്ട് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് പറ്റണം. പക്ഷെ എത്ര കുട്ടികളുണ്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് പറ്റുന്നത്? അത് നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കാത്തത് കൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റാത്തത്. സോ അതിനുശേഷം നമുക്ക് ബാക്ക് എൻഡ് ആയിട്ടുള്ള DBMS-ഉം SQL-ഉം പഠിക്കാനുണ്ട്. അതിനുശേഷം എന്തുവാണ്, നമുക്ക് ബാക്ക് എൻഡ് ആയിട്ടുള്ള HTML-ഉം C++ DBMS-ഉം പഠിക്കാനുണ്ട്. അതിനുശേഷമാണ് നമുക്ക് PHP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും അതിൻ്റെ അത് പഠിക്കാനായിട്ടുണ്ട്. ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് തിയറിയും പ്രാക്ടിക്കലും പഠിക്കണം. കാരണം പ്രാക്ടിക്കലി നമുക്ക് വരുന്നത് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, അതായത് 40 മാർക്കിന് വേണ്ടിയിട്ടാണ് വരുന്നത്. 2 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൾസറി ആണ്, C++ ആണ് വരുന്നത്. അതിന്റെ മാർക്ക് 16 മാർക്കാണ്. പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. 2 ക്വസ്റ്റ്യൻസ് നമുക്ക് കമ്പൾസറി ആണ്. ഫസ്റ്റ് പാർട്ട് C++ഉം സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് HTML ആവാം, ജാവാ സ്ക്രിപ്റ്റ് ആവാം, SQL ആവാം. അത് നമ്മൾ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സ്കൂളിൽ എന്ത് പോർഷൻസ് അല്ലെങ്കിൽ എന്ത് കാര്യമാണ് അല്ലെങ്കിൽ എന്ത് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യിപ്പിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കുക, അതിനനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കുക. പക്ഷേ നമ്മുടെ ബേസിക് ആയിട്ടുള്ള തിയറി ഓക്കെ ആണെങ്കിൽ ഏത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതവിടെ നമുക്ക് പ്രോബ്ലം വരാറില്ല. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും പ്രാക്ടിക്കൽ ലെവൽ ഓഫ് തിങ്കിങ്ങിൽ വേണം.
അതുപോലെ തന്നെ വൈവ 4 മാർക്കിന്, റെക്കോർഡിന് 4 മാർക്ക്. അങ്ങനെ ടോട്ടൽ 40 മാർക്സ് പ്രാക്ടിക്കൽ വരും. സോ അതിനുശേഷം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോക്കസ് ചെയ്യേണ്ട പ്രോഗ്രാമിംഗ് ഏരിയ, അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. C++ വരുന്നുണ്ട്, SQL വരുന്നുണ്ട്, HTML വരുന്നുണ്ട്, ജാവ സ്ക്രിപ്റ്റ് വരുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമ്മളത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ, കാരണം C++ൻ്റെ അകത്ത് നമ്മൾ ഡേറ്റ ടൈപ്പ് പഠിക്കുന്നുണ്ട്, SQLൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്, PHPയുടെ അകത്ത് പഠിക്കുന്നുണ്ട്, ജാവ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് നമ്മളൊരു പ്രോപ്പറായിട്ട് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കവിടെ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് അത് പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കപ്പം എന്തുകൊണ്ടാണ്, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ അറിയാം, ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നിട്ടും നമ്മുടെ കുട്ടികൾ എന്ത് പറ്റുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് വരുന്നില്ല. അതായത് നമ്മുടെ +2 കഴിയുമ്പോഴും +2 കഴിഞ്ഞിട്ട് വരുമ്പോഴും നമുക്ക് ഒരിക്കലും ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. കാരണം പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ആ കുട്ടി പഠിച്ചിറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നു, വൈ സോഫ്റ്റ് സോൺ ഈസ് യൂണിക് എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ തിയറിക്കോടൊപ്പം പ്രാക്ടിക്കൽ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നു. എന്നാൽ മാത്രമേ ഒരു കുട്ടി +2 കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ജോബിനായിട്ട് എന്തെങ്കിലും ഒരു ജോബ് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് സ്കിൽസിന് വേണ്ടിയിട്ടുള്ള സിലബസ് ആണ് അവർ +2 കൊടുക്കുന്നത്. സോ നമ്മളിവിടെ അവരുടെ ബോർഡ് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്, പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡെയിലി പ്രാക്ടീസസ് കൊടുക്കുന്നുണ്ട്, ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോക്ക് ടെസ്റ്റ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തിയറി മാത്രമല്ല, അവർക്ക് ആപ്ലിക്കേഷൻ ലെവലിലോട്ടും നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. കാരണം കുട്ടികൾ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഇതിൽ നിന്നും സോഫ്റ്റ് സോൺ യുണീക്ക് ആവുന്നത്. സോ നിങ്ങൾക്കും ഇതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനായിട്ടുള്ള സോഫ്റ്റ് സോൺ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.